श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി. രാവണൻ നിയോഗിച്ചു എന്ന് വെച്ചാൽ അവിടെ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് നീ പൊയ്ക്കോളൂ എന്ന ഒരു ആജ്ഞ അനുവാദമാക്കി എടുത്തിട്ട് വന്നു എന്നർത്ഥം. അങ്ങനെ ദേവദേവേശൻ്റെ പാദാബ്ജ സേവാർത്ഥമായിട്ട് ശോകം വിന, ഒട്ടും ദുഃഖമില്ല, ആശങ്കയില്ല. വരുന്നത് ഒരു രാജ്യം ഉപേക്ഷിച്ചിട്ടാണ്. തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വിഭീഷണൻ വരുന്നത്. മാത്രമല്ല ഭഗവാൻ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഫലത്തിൽ ശത്രുപക്ഷത്താണിപ്പോൾ ശ്രീരാമചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ഒരാകുലതയും ഇല്ലാതെ പോകാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ പേരാണ് ശരണാഗതി. അങ്ങനെ ഒരു ധൈര്യത്തിൽ നാലമാത്യരുമായി ഉടൻ ആകാശമാർഗെ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്ന് ഉച്ചൈസ്തരം, ഉച്ചത്തിൽ വ്യക്തവർണ്ണേന, വ്യക്തമായ അക്ഷരങ്ങളോടുകൂടെ ചൊല്ലിയിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധം അതിസ്ഫുടം. ആ വാക്കുകളിലുണ്ട് ഭക്തി. രാമ രമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപതേ ജയ. സത്യം സത്യമായിട്ട് പറയുന്നു, രാവണൻ തന്നെ സോദരൻ ഞാൻ. തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു ദയാനിധേ. ആംനായമൂർത്തേ, ആംനായം വേദം, വേദമൂർത്തേ രഘുപതേ ശ്രീപദേ. നാംനാ വിഭീഷണൻ, എൻ്റെ പേര് വിഭീഷണൻ. ത്വദ്ഭക്ത സേവകൻ, അങ്ങയെ ഭക്തിയോടെ സേവിക്കാൻ വന്നിരിക്കുന്നു ഞാൻ. ദേവിയെ കട്ടത് അനുചിതം നീ, സീതാദേവിയെ കട്ടുകൊണ്ടുവന്നത് അനുചിതമാണ് എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിയേൻ. അവന് ഹിതം ഞാൻ ഉപദേശിച്ചു. എന്നിട്ട് ദേവിയെ ശ്രീരാമനായിക്കൊണ്ട് നൽകുക എന്ന് ആവോളം ഏറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചു. ആത്മജ്ഞാനത്തിനുള്ള വഴികൾ വരെ ഞാൻ ഉപദേശിച്ചു. എന്നാൽ ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ. തമോഗുണിയായിട്ടിരിക്കുന്ന രാവണന് അത് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല. അതൊന്ന് കേൾക്കാൻ പോലുമുള്ള മനസ്സ് കാണിച്ചില്ല. പഥ്യമായുള്ളത് ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന് വിധിവശാൽ. അവൻ്റെ നന്മയെ കരുതി ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോൾ നേരെ തിരിച്ചെടുത്തിരിക്കുകയാണ്. തലതിരിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് തമോ ഗുണികൾ. നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാലും അവർ കാണുന്ന അർത്ഥം മുഴുവൻ അതിൻ്റെ നേർവിപരീതമായിരിക്കും. അതങ്ങനെയേ വരികയുള്ളൂ. മാത്രമല്ല വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗവേഗേന. ഒരു കാളസർപ്പത്തിൻ്റെ വേഗത്തിൽ എന്നെ വധിക്കാൻ വേണ്ടി അടുത്തു വരികയും ചെയ്തു. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞിങ്ങഹ. രാവണന്റെ വാളിന് ഇരയാകുമോ എന്ന ആകുലതയിൽ ഞാൻ ഓടിപ്പോന്നതാണ്. നാലമാത്യന്മാരുമായി വിടകൊണ്ടേൻ ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇതാണ് ശരണാഗതി. ഇനി എനിക്കാരുമില്ല, ഭഗവാൻ മാത്രം. ജന്മമരണ മോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ടളവുത്ഥായ എഴുന്നേറ്റിട്ട് സുഗ്രീവനും പറഞ്ഞിടിനാൻ. എന്നാൽ സുഗ്രീവന് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല.
അതുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു, വിശ്വേശ, രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നത് നിർണയം. ഇയാൾ നമ്മുടെ ശത്രുപക്ഷത്താണ്, രാക്ഷസനാണ്, മായാപ്രയോഗത്തിൽ അത്യധികം സാമർഥ്യമുള്ളവരാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല. പിന്നെ വിശേഷിച്ച് രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവനാണ്, അതും ആയുധപാണിയായിട്ടാണ് വന്നിരിക്കുന്നത്. വന്നാൻ അമാത്യരും മായാവിശാരദന്മാരെന്ന് നിർണയം. ഇവരൊക്കെ മായാപ്രയോഗത്തിൽ അത്രയും സാമർഥ്യമുള്ളവരാണ്. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും, ഇപ്പോൾ നല്ല ഭാവത്തിലൊക്കെ നിൽക്കുന്നു എങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ഉറക്കം പിടിച്ചാൽ നമ്മെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ, ഹന്തവ്യൻ ഇന്ന് ഇവനില്ലൊരു സംശയം. അതുകൊണ്ട് നന്നായിട്ട് ചിന്തിച്ച് കവികളെ, അതായത് കൂടെയുള്ള കവികളോടും കൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചു കൊള്ളുക, ഇവൻ ഹന്തവ്യനാണ്. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ശത്രുപക്ഷത്ത് നിന്ന് ഒരാളെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ശത്രുവിന് തലവെച്ചു കൊടുക്കുന്നത് പോലെയാണ്, ശത്രുക്കളെ വിശ്വസിക്കുന്നതിന് തുല്യമാണ്. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തോന്ന് അഭിമതം എന്ന് അരുൾ ചെയ്യണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, എന്തായാലും അങ്ങേക്ക് എന്താണോ തോന്നുന്നത് അത് പറയുക. മറ്റുള്ള വാനരവീരരും ചിന്തിച്ച് കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അന്നേരം ഉത്ഥായ വന്ദിച്ചു മാരുതി ചൊന്നാൻ, വിഭീഷണൻ ഉത്തമനെത്രയും വന്ന് ശരണം ഗമിച്ചവൻ തന്നെ നാം നന്ന് രക്ഷിക്കുന്നതെന്ന് എന്നുടെ മതം. ഇതാണ് ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ആളുകളെ വിലയിരുത്തുന്നത്. നമ്മൾ ഒരാളെ വിലയിരുത്തുന്നതിൽ നിന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. അതാണ് ഇവിടെ മാരുതിയും സുഗ്രീവനും മറ്റു വാനരന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഹനുമാൻ തുടർന്ന് പറയുന്നു, നക്തഞ്ചര അന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്ന് വന്നിടുമോ? ആ രാക്ഷസവംശത്തിൽ ജനിച്ചുപോയി എന്ന് വിചാരിച്ച് എല്ലാവരും ശത്രുക്കളാകുമോ? നല്ലവരുണ്ടാം അവരിലും എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. എല്ലാ ഗണത്തിലും നല്ലവരുമുണ്ട്, ചീത്ത ആളുകളും ഉണ്ട്. ഒരിക്കലും ഒരു കുലത്തെയോ ഒരു ജാതിയെയോ ഒരു വംശത്തെയോ ഒന്നും അടച്ചാക്ഷേപിക്കാൻ സാധ്യമല്ല. കാരണം എല്ലാം മനുഷ്യരാണ്. അല്ലാതെ ഇന്ന് ഈ ഗണത്തിലുള്ളവർ മോശം, ഇന്ന ഗണത്തിലുള്ളവർ നല്ലത്, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, ഓരോരുത്തരും സത്വഗുണിയാകാം, രജോ ഗുണിയാകാം, തമോ ഗുണിയാകാം. അത് ഒരു ഗണത്തിൽ പെട്ടു എന്ന് വിചാരിച്ച് അതിലുമുണ്ടാകും സത്വഗുണികളും രജോ ഗുണികളും തമോ ഗുണികളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഗണത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താനും പാടില്ല, നല്ലത് പറയാനും പാടില്ല. എല്ലാ ഗണത്തിലും എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാകും. അതാണ് പറയുന്നത്, ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ഒരാളുടെ ജാതി ഏതാണ്, അയാൾ ഏത് വംശത്തിലാണ്, ഇതൊന്നുമല്ല അയാൾ നല്ലവനോ ചീത്തയാളോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം. അതിനപ്പുറം അയാളുടെ ഗുണമാണ്, ഏത് ഗുണത്തിലുള്ളയാണ് ഉള്ള ആളാണ് അദ്ദേഹം, അതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് ബുദ്ധന്മാർ, പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക് ആശ്രിതരക്ഷണമെന്ന് ശാസ്ത്രോക്തിയും. ശാസ്ത്രം പറയുന്നത് നമ്മെ ആശ്രയിക്കുന്നത് അതാരായാലും അവരെ സംരക്ഷിക്കേണ്ടത് ഒരു ക്ഷത്രിയ ധർമ്മമാണ്, ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ്. ശ്രീരാമചന്ദ്രൻ ഒരു ക്ഷത്രിയനാണ്. യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ച് അരുൾ ചെയ്തു രഘുപതി. എല്ലാവരും പറഞ്ഞത് കേട്ടു. അവസാനം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, മാരുതി ചൊന്നത് ഉപപന്നമെത്രയും, അതാണ് ശരിയായ തീരുമാനം. വീരാ വിഭാകരപുത്ര വരികടോ.
വിഭാകരപുത്രൻ വിശ്രവസിൻ്റെ മക്കളാണ്. അങ്ങനെ ഒരു പേരുണ്ടാകാം, വിഭാകരൻ എന്നത്. അങ്ങനെ ഒരു പേരിലൂടെയാണ് വിളിക്കുന്നത്. വിഭീഷണ വരിക, ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും, ജാംബവതാദി നീതിജ്ഞവരന്മാരെ. എല്ലാവരോടുമായിട്ട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഉർവീശനായാൽ അവൻ, ഉർവീശൻ എന്ന ക്ഷത്രിയൻ, ക്ഷത്രിയനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷേത് ശുനഹ ശ്വപചാൻ അപി. അത് ഒരുമിച്ച് പറയുമ്പോഴാണ് രക്ഷേച്ഛുനശ്വപചാൻ അപി. അപ്പോൾ ക്ഷത്രിയന്റെ ധർമ്മമാണ്. അതിനി വരുന്നത് ഒരു പട്ടിയാണെങ്കിലും നായയാണെങ്കിലും അതാണ് ശുനഹ. ഇനി ആ പട്ടിയെ കൊന്നു തിന്നുന്ന ചണ്ടാളൻ ശ്വപജഹ, അങ്ങനെയാണെങ്കിൽ പോലും തന്നെ ആശ്രയിക്കുന്ന ഒരാളെ വെറും കൈയോടെ തിരിച്ചയക്കരുത്, അവർക്ക് അഭയം കൊടുക്കണം. അങ്ങനെ രക്ഷിയാഞ്ഞാൽ, രക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ ബ്രഹ്മഹ, അതായത് ബ്രഹ്മഹത്യാ പാപം ചെയ്തതിന് തുല്യമാണ് കേവലം. മാത്രമല്ല രക്ഷിതവും, ഇനി രക്ഷിക്കുകയാണെങ്കിലോ അശ്വമേധം ചെയ്ത പുണ്യവാൻ. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി, അയാൾ ഒരു അശ്വമേധയാഗം ചെയ്തതിന് തുല്യമായ പുണ്യം നേടും, തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുത്താൽ എന്ന് ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം പെരുമാറാൻ. ഒരിക്കലും പുണ്യമോ പാപമോ നമ്മുടെ ഒരു തെറ്റായ നിഗമനം കൊണ്ട് നമ്മൾ പുണ്യവാൻ ആകുന്നത് പാപമായി തീരാൻ പാടില്ല. ഇനി ഒരു കഥ പറയുകയാണ്. മുന്നം ഒരു കപോതം, മുമ്പ് ഒരു പ്രാവ് നിജ പേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവീടിനാൻ. ഒരിക്കൽ ഒരു പ്രാവ് തൻ്റെ ഇണപക്ഷിയോടുകൂടെ അങ്ങനെ ജീവിക്കെ ഉന്നതമായൊരു പാതവ അഗ്രേ, ഒരു മരത്തിൻ്റെ മുകളിൽ തഥാ, അപ്പോൾ ചെന്നൊരു കാട്ടാളൻ എയ്തുകൊന്നേടിനാൻ തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ. അവർ ഇണചേരുന്ന സമയത്താണ്, അതിനുശേഷമാണ് ഈ പക്ഷിണിയെ, പെൺപക്ഷിയെ ആ കാട്ടാളൻ എയ്തു കൊല്ലുന്നത്. അങ്ങനെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ. അങ്ങനെ സങ്കടം കൊണ്ട് അങ്ങനെ ആ പ്രാവ് ഇരിക്കുന്ന സമയത്ത് വന്നിതു കാറ്റും മഴയും, ദിനേശനും ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിതു. ദിനേശൻ സൂര്യൻ ചെന്ന് ചരമാബ്ധി എന്നാൽ പശ്ചിമാബ്ധിയിൽ പോയി, അതായത് അസ്തമിച്ചു എന്നർത്ഥം. അപ്പോൾ കാറ്റും മഴയും വന്നപ്പോൾ ഈ പക്ഷിണിയെ കൊന്ന ആ കിരാതൻ, കാട്ടാളൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഖിന്നനായി വന്നു വിശന്നു കിരാതനും. കാരണം തീ കത്തിക്കാൻ സാധിക്കുന്നില്ല, ആകെ മഴയും കാറ്റും മഴയും ആയതുകൊണ്ട്. അപ്പോൾ താൻ ഇരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ, അതിൻ്റെ ചുവട്ടിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ട് കരുണ കലർന്ന് കപോതവും. ആ പ്രാവിന് തൻ്റെ ഭാര്യയെ, ഇണയെ കൊന്ന കാട്ടാളനാണ്, എന്നിട്ട് പോലും അയാൾ വിശന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ പ്രാവിന് സഹിച്ചില്ല. പ്രാവ് പോയി കൊണ്ടുവന്നാശു കൊടുത്തിതു വന്ഹിയും. തീയും കൊടുത്തു, തീ കൂട്ടാനുള്ള ചുള്ളിക്കമ്പുകളും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നുടെ കയ്യിലിരുന്ന കപോതിയെ, ആ കാട്ടാളൻ നേരത്തെ കൊന്ന പ്രാവിനെ വന്ഹിയിലിട്ട് ചുട്ട് ആശു തിന്നിടിനാൻ. എന്നതുകൊണ്ട് വിശപ്പടങ്ങിയിടാഞ്ഞ് പിന്നെയും പീഡിച്ചിരിക്കും കിരാതന്. തന്നുടെ ദേഹവും നൽകിനാൻ അൻപോട് വന്ഹിയിൽ വീണ് കിരാതാശന അർത്ഥമായി. ആ കിരാതന്റെ വിശപ്പ് ശമിച്ചില്ല എന്ന് കണ്ടപ്പോൾ സ്വയം ആ വന്ഹിയിലേക്ക് എടുത്തു ചാടി ഈ പ്രാവും. അത്ര പോലും വേണം ആശ്രിത രക്ഷണം. അതാണ് യഥാർത്ഥ ആശ്രിത രക്ഷണം. അപ്പോൾ ഒരു പ്രാവിന് പോലും അങ്ങനെയൊരു തോന്നലുണ്ടെങ്കിൽ മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണമോ? ഇനി ഭഗവാൻ പറയാൻ പോകുന്ന വാക്കുകൾ ഏതൊരു ഭക്തനും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കും അതേയുള്ളൂ. ഞാൻ മാത്രമേ ശരണമായിട്ടുള്ളൂ എന്ന് ആര് വിചാരിക്കുന്നുവോ അവർക്ക് ഞാൻ അഭയം കൊടുത്തിരിക്കും. പിന്നെ വിശേഷിച്ചും ഒന്ന് കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിന് ആരുമില്ലെങ്ങുമേ. എന്നെ ചതിക്കണം എന്ന് മനസ്സിൽ പോലും ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതെനിക്കറിയാൻ സാധ്യമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട.
ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. ഒരു നിമിഷം മതി എനിക്ക് ഈ ലോകത്തെ ഉണ്ടാക്കാനും സംഹരിക്കാനും എല്ലാം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവന മടിയാതെ. അപ്പൊ സുഗ്രീവനോട് തന്നെ പറയുകയാണ്, അവനോട് വരാൻ പറയൂ. വിഗ്രിയായി ഏതുമിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. നിനക്കൊരു വിഷമവും വേണ്ട, ആകുലതയും വേണ്ട, അവൻ ചതിക്കുകയില്ല. എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. ഞാൻ മാത്രമേ ശരണമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഞാൻ അഭയം കൊടുത്തിരിക്കും, അതും അതിദ്രുതം, എത്രയും പെട്ടെന്ന്. അതിനൊരു താമസമില്ല, കാലതാമസമില്ല. മാത്രമല്ല പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനം എന്നും അറിയുക നീ. എന്നിൽ ശരണം പ്രാപിച്ച ഒരാൾക്ക് ഈ ലോകത്തിലുള്ള ഒരു ദുഃഖവും അവരെ ബാധിക്കുകയില്ല. ദുഃഖം വരില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ബാധിക്കുകയില്ല. കാരണം അവരുടെ മനസ്സ് എൻ്റെ അടുത്താണ്. മനസ്സ് വേണ്ടേ സുഖവും ദുഃഖവും അനുഭവിക്കാൻ? അത് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റൊരു സുഖം, മറ്റൊരു ദുഃഖം? അങ്ങനെയൊന്നില്ല. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണ് സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിരിനാൻ. വിഭീഷണൻ കാലിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. രാമം വിശാലാക്ഷം ഇന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബ ആഭ. ചന്ദ്രന്റെ ബിംബം പോലെ, ചന്ദ്രബിംബം പോലെയുള്ള ആ പ്രഭ, അങ്ങനെ പ്രസന്നമായ മുഖാംബുജം, കാമദം, ഏത് കാമനകളെയും ദാനം ചെയ്യുന്നവൻ, വരത്തെ കൊടുക്കുന്നവൻ, കാമോപമം, കാമദേവന് തുല്യനായിട്ടുള്ളവൻ, കമലാവരം, ലക്ഷ്മി ദേവിയുടെ വരനായിരിക്കുന്നവൻ, കാന്തം, കരുണാകരം, കമലേക്ഷണം, ശാന്തം, ശരണ്യം, ശരണം പ്രാപിക്കേണ്ടവൻ, വരേണ്യം, ശ്രേഷ്ഠനായിട്ടുള്ളവൻ, വരപ്രദം, വരത്തെ ദാനം കൊടുക്കുന്നവൻ, ലക്ഷ്മണ സംയുതം സുഗ്രീവ മാരുതി മുഖ്യ കപികുല സേവിതം രാഘവം. കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ, ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന, ശ്രീരാമ രാക്ഷസവംശ വിനാശന, ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ. ചണ്ടാംശു ഗോത്ര ഉദ്ഭവായ, ചണ്ടാംശു സൂര്യൻ, സൂര്യന്റെ ഗോത്രത്തിൽ ജനിച്ച ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ചണ്ഡകോദണ്ഡധരായ, ചണ്ഡമെന്നാൽ അത്രയും ഭയാനകമായിട്ടുള്ള ശത്രുക്കളെ പേടിപ്പെടുത്തുന്ന കോദണ്ഡമെന്ന വില്ല് ധരിച്ച ഭഗവാന് നമോ നമഃ. പണ്ഡിത ഹൃത് പുണ്ടരീക ചണ്ടാംശവേ, പണ്ഡിതന്മാരായിട്ടുള്ള അവരുടെ ഹൃദയമെന്ന താമര, പുണ്ടരീകം. അപ്പോൾ പണ്ഡിതന്മാരുടെ ഹൃദയമാകുന്ന താമരയെ വിടർത്തുന്ന, വികസിപ്പിക്കുന്ന ചണ്ടാംശു സൂര്യനാണ് ഭഗവാൻ. അപ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തെ വികസിപ്പിക്കുന്ന സൂര്യനാണ് ഭഗവാൻ. ഖണ്ഡപരശുപ്രിയായ നമോ നമഃ. ഖണ്ഡപരശു ശിവൻ, ശിവന് പ്രിയപ്പെട്ടവനായ ഭഗവാന് നമസ്കാരം. രാമായ സുഗ്രീവമിത്രായ കാന്തായ, രാമായ നിത്യം അനന്തായ ശാന്തായ, രാമായ വേദാന്തവേദ്യായ, വേദാന്തം ഉപനിഷത്ത് സത്യങ്ങളെ കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ, ഈ വിശ്വത്തിൻ്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും സംഹാരത്തിനും കാരണഭൂതനായിട്ടുള്ള ഈ വിശ്വം തന്നെയായിട്ടുള്ള വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യം അനാദിഗൃഹസ്ഥായ, ഈ പ്രപഞ്ചം ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ അനാദിയായിട്ടുള്ള, ആദിയും അന്തവും ഇല്ലാത്ത ഗൃഹസ്ഥനാണ് ഭഗവാൻ. ആ ഗൃഹസ്ഥനായിക്കൊണ്ട് നമസ്കാരം. നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. സത്യസ്വരൂപനായ, ശുദ്ധസ്വരൂപനായ, നിത്യസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. ഇത് നമുക്ക് എഴുതിയെടുത്ത് പഠിച്ച് ചൊല്ലാവുന്ന, സന്ധ്യാനേരത്ത് ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ്.
വിശ്വേശ്വനാം നിൻതിരുവടി താനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ. ഭഗവാനെ, അങ്ങാണ് ഈ വിശ്വത്തിൻ്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും സംഹാരത്തിനും കാരണം. സന്തതം ജംഗമ അജംഗമ ഭൂതങ്ങൾ, സ്ഥാവരവും ജംഗമവും ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ഭൂതങ്ങളുടെയും അന്തഃ ബഹിഹി, ഉള്ളിലും പുറത്തും വ്യാപ്തനാകുന്നതും ഭവാൻ. നിൻ മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം. അജ്ഞാനികൾക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ അങ്ങയെ മഹാമായ തന്നെ, അങ്ങയുടെ തന്നെ മഹാമായ കൊണ്ട് അതങ്ങോട്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ, അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ആളുകൾ പുണ്യവും പാപവും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ കാരണമായി ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും. അത്ര നാളേക്കും ഈ ലോകം സത്യമാണെന്ന് ചിന്തിക്കുന്ന അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും, അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം. എത്ര നാൾ ഇതൊക്കെ ആ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്ന് അറിയാതെ ഇരിക്കുന്നുവോ അത്രകാലം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. അത്ര നാളത്തേക്കും നമുക്ക് ഈ ലോകത്തിൽ എനിക്ക് എന്ന് പറഞ്ഞ് വേണ്ടപ്പെട്ട കുറെ ആളുകളുണ്ട് എന്ന രീതിയിൽ അവരോട് ആസക്തിയോടെ ജീവിച്ച് മരിക്കുന്നു മനുഷ്യൻ. ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനം ആത്മന. ഈശ്വരനെ അറിയുന്നതുവരെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. പിന്നീട് ആ ആത്മാവിനെ ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മനസ്സ് ഭഗവാനിൽ ഒടുങ്ങുമ്പോൾ, മനസ്സ് എന്നൊരു ചിത്തവൃത്തി പിന്നെ അവിടെ ഇല്ല. അതാണ് ആത്മനി കാണേണം ആത്മാനം. ആദ്യം നമ്മുടെ ഉള്ളിൽ ഭഗവാനെ അനുഭവിക്കാൻ മനസ്സുകൊണ്ട് തന്നെയാണ് സാധിക്കുക. അതാണ് ആത്മന. മനസ്സുകൊണ്ട് ഭഗവാനെ ഉള്ളിൽ അനുഭവിക്കണം. പിന്നീട് ആ മനസ്സ് തന്നെ അങ്ങ് ലയിക്കണം. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയും ഓർത്താൽ ഒടുക്കം അനാത്മനാം. ഇതൊക്കെ അനാത്മ വസ്തുക്കളാണ് ഈ ലോകത്തിൽ കാണുന്നത്. അതിൽ സുഖം തേടാൻ പോയാൽ അത് അവസാനം ദുഃഖപ്രദമായിരിക്കും. ആദികാലേ സുഖമെന്ന് തോന്നിക്കും അതേതും വിവേകമില്ലാത്തവർ മനസ്സേ. യഥാർത്ഥത്തിൽ ചിന്തിക്കാത്തവർക്കാണ് ഈ ലോകത്തിലുള്ള സുഖമൊക്കെ സുഖമാണെന്ന് തോന്നുന്നത്. ശരിക്കും ചിന്തിച്ചാൽ ഈ ലോകത്തിലുള്ള ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ എല്ലാ സുഖങ്ങളും പിന്നീട് ദുഃഖമായി വരുന്നത് നമുക്ക് കാണാം. എന്നാൽ അത് വിവേകമില്ലാത്തവർക്ക് മനസ്സിലാവുന്നില്ല. ഇന്ദ്ര അഗ്നി ധർമ്മ രക്ഷോ വരുണ അനില ചന്ദ്ര രുദ്ര അജ അഹി അഹിവാദികൾ. അജൻ എന്നാൽ ബ്രഹ്മാവ്, അഹി അനന്തൻ സർപ്പം. ഇവയൊക്കെയും ചിന്തിക്കിലോ നിൻതിരുവടി. നേരത്തെ പറഞ്ഞിരുന്നു വിഭീഷണൻ ഇതൊന്നും ഭഗവാനല്ല എന്ന്. എന്നാൽ ഇപ്പോൾ പറയുന്നു ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. അപ്പോൾ ഓരോ ദേവന്മാരെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനും അപ്പുറത്തുള്ള പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ. എന്നാൽ വേറൊരു രീതിയിൽ ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. ഇതൊക്കെയും ചിന്തിക്കിലോ നിൻതിരുവടി നിർണയം അന്തവും ആദിയുമില്ലാത്ത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ, സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനും ഭവാൻ. ഈ വിശ്വരൂപം എന്നാൽ ഭഗവാനാണ്. അപ്പോൾ ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത് ഭഗവാനാണ്. എന്നാൽ ജീവൻ പരമാത്മാവ് എന്നത് ഏറ്റവും സൂക്ഷ്മമാണ്. നൂനം അണുവിങ്കൽ നിന്നണിയാൻ, അത്രയും സൂക്ഷ്മമാണ്. അതുകൊണ്ടാണ് ആർക്കും കാണാൻ സാധിക്കാത്തത്. നമ്മുടെ അവയവങ്ങളെ കൊണ്ട്, കണ്ണെന്ന അവയവത്തെ കൊണ്ട് കാണാൻ സാധിക്കാത്തത്. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. ഒരു അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതാണ് ഈ മഹത്തത്വം എന്നൊക്കെ. അത് ഏകദേശം ഒരു ധാരണ വയ്ക്കാമെന്നല്ലാതെ അതും അറിയേണ്ട സത്യമാണ്. അപ്പോഴാണ് ആ മഹത്തത്വത്തെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സർവലോകാനാം പിതാവായതും ഭവാൻ, സർവലോകേശ മാതാവായതും ഭവാൻ, സർവദാ എല്ലായ്പ്പോഴും സർവധാതാവായതും ഭവാൻ. എല്ലാവരുടെയും സൃഷ്ടിക്ക് കാരണഭൂതനായിട്ടുള്ളത് ഭഗവാനാണ്. ദർവീകരേന്ദ്ര ശയന, ദർവീകരേന്ദ്രൻ അനന്തൻ, അനന്തനിൽ ശയനം ചെയ്യുന്ന ദയാനിധേ, ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ. എല്ലാ
പ്രപഞ്ച വസ്തുക്കൾക്കും ആധാരം ഭഗവാനാണ്. പ്രപഞ്ചത്തിന് ഈശ്വരൻ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അച്യുതൻ, അവ്യയൻ, അവ്യക്തൻ, അദ്വയൻ, സച്ചിത് പുരുഷൻ, പുരുഷോത്തമൻ, പരൻ, നിശ്ചലൻ, നിർമ്മമൻ, നിഷ്കളൻ, നിർഗുണൻ, നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. ഭഗവാൻ എന്താണ് എന്ന് ആർക്കും അറിയാൻ സാധ്യമല്ല. അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. കാരണം അവരതായി തീരുകയാണ് ചെയ്യുന്നത്. നിർവികാരൻ, നിരാകാരൻ, നിരീശ്വരൻ, നിർവികൽപ്പൻ. നിരീശ്വരൻ എന്നാൽ ഭഗവാന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല, അതാണ് നിരീശ്വരൻ. നിർവികൽപ്പൻ, രണ്ട് എന്ന വികൽപ്പം ഇല്ലാത്തവൻ. നിരൂപ ആശ്രയൻ, നിരൂപിക്കാൻ സാധിക്കില്ല. ശാശ്വതൻ, ഷഡ്ഭാവഹീനൻ. 6 വികാരങ്ങളാണ് പൊതുവെ ഈ ലോകത്തിലുള്ളവർക്ക്. ജനിക്കുക, വളരുക, വികസിക്കുക, ഇതൊക്കെ അതില്ലാത്തവൻ. പ്രകൃതി, പരൻ, പുമാൻ, സദ്ഭാവയുക്തൻ. സത്തായിട്ട്, ഉണ്മയായിട്ട് ഇവിടെ എന്തുണ്ടോ അത് ഭഗവാൻ മാത്രം. സനാതനൻ, എന്നുമുള്ളവൻ. സർവകൻ, എല്ലായിടത്തും പോകാൻ സാധിക്കുന്നവൻ. മായാമനുഷ്യൻ, എന്നാൽ മനുഷ്യനായി വന്നാൽ അത് സ്വയം മായയെ സ്വീകരിച്ചു വരുന്നതാണ്. മനോഹരൻ, മാധവൻ, മായാവിഹീനൻ. യഥാർത്ഥത്തിൽ ഭഗവാനെ മായ ബന്ധിക്കുന്നില്ല. മധുകൈഡഭ അന്തകൻ, ഞാനിതാ ഇവിടെ ത്വത്പാദഭക്തി നിശ്രേണിയെ, ഭഗവാനിലുള്ള ഭക്തി എന്ന നിശ്രേണി എന്നാൽ ഏണി തന്നെ. ആ ഏണിയെ വെച്ചുകൊണ്ട് ഞാനിതാ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ, അങ്ങാകുന്ന തത്വത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ഭഗവാനെ. ജ്ഞാനയോഗാഖ്യ സൗധം, എന്താണ് ആ മാളികയുടെ പേര്? ജ്ഞാനയോഗം. അതിലേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുള്ള ഏണി ഭക്തിമാർഗമാണ്. അങ്ങനെ കരയേറിയിടുവാൻ മനസ്സേ കാമിച്ചു വന്നേൻ ജഗത്പതേ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് വന്നതാണ് ഭഗവാനെ. സീതാപതേ രാമ കാരുണികോത്തമ, യാതുധാനാന്തക, രാക്ഷസന്മാരെ വംശനാശം വരുത്താൻ വന്ന ഭഗവാനെ. രാവണ അരേ, രാവണന്റെ ശത്രുവായിരിക്കുന്ന ഭഗവാനെ. പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാം എന്നെ. ഈ സംസാര സാഗരത്തെയാണ് എനിക്ക് പേടി, വേറെ ഒന്നുമല്ല. അങ്ങനെ പേടിക്കുന്ന എന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ട് തെളിഞ്ഞ് രഘൂത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുഗ്ധസ്മിതപൂർവം ഏവം അരുൾ ചെയ്തു. ഭഗവാനും സന്തുഷ്ടനായി. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ, വരദാന ഏക തത്പരൻ. എനിക്ക് ഞാൻ പ്രസാദിച്ചാൽ അത് വരത്തെ കൊടുക്കാൻ, അങ്ങനെയുള്ളവർക്ക് വരത്തെ കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചോദിക്കൂ, എന്തു വേണം? ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടുകിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ. ഈ ലോകത്തുള്ളവരുടെ ദുഃഖം എന്നെ കിട്ടാത്തതാണ്. എന്നെ കിട്ടിയാൽ അവർക്ക് പിന്നെ ദുഃഖമില്ല. അതുകൊണ്ട് പറയൂ നീ. രാമവാക്യാമൃതം കേട്ട് വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം, ധന്യാകൃതേ കാമനായേനഹം. മതി, എനിക്കിത് കേട്ടാൽ മതി. ഞാൻ ധന്യനായി, കൃതകൃത്യനായി, ചെയ്യേണ്ടത് ചെയ്തു എന്ന ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞു ഭഗവാനെ. ത്വത്പാദപത്മാവലോകനം കൊണ്ട് ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. അങ്ങയുടെ ആ പാദപത്മം കണ്ടല്ലോ, അത് മതി. ഞാനിപ്പോഴേ വിമുക്തനായിക്കഴിഞ്ഞു. മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ, എനിക്ക് തുല്യനായിട്ടൊരു ധന്യാത്മാവ് ഈ ലോകത്തിലുണ്ടോ എന്ന് സംശയമാണ്. അതൊരു അഭിമാനമാണ്. ഭഗവാന്റെ ഭക്തനാണ് എങ്കിൽ അവൻ ധന്യനായിരിക്കുന്നു. മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. ശുദ്ധചിത്തമുള്ള ഒരാൾക്ക് മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള എനിക്ക്, ഞാൻ ശുദ്ധനാണ് എന്ന് എനിക്ക് ഉറപ്പായി. മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വത്സ്വരൂപം മമ കാണായ കാരണാൽ. എന്ത് കാരണത്താൽ? ഭഗവാനെ കണ്ടുവല്ലോ, അത് തന്നെ കാരണം. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ.
എനിക്ക് വേറൊന്നും വേണ്ട. എൻ്റെ കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ നിർമ്മലമായിട്ടുള്ള അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം, തത്വജ്ഞാനം അതറിയാനായിട്ട് ഭക്തി, ത്വധ്യാന സൂക്ഷ്മമായ അങ്ങയുടെ ആ സത്യത്തെ, ആ പ്രകാശത്തെ ധ്യാനിക്കാനുള്ള ഒരു മനസ്സ്, ആ ഒരു ഏകാഗ്രത, അത് മതി. ദേഹിമേ രാഘവ, എനിക്കത് തരൂ ഭഗവാനെ. ചിത്തേ വിഷയസുഖ ആശയില്ലേതുമേ, എനിക്ക് വിഷയസുഖത്തിലൊന്നും ആഗ്രഹമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. എന്താണ് ഭക്തി? ആരാണ് ഭക്തൻ? ആരെയാണ് ഭഗവാന് വേണ്ടത്? എങ്ങനെയുള്ളവരിലാണ് ഭഗവാൻ പ്രസാദിക്കുന്നത്? ത്വത്പാദ പങ്കജ ഭക്തിരേവ അസ്തുമേ, എനിക്ക് ആ ഭക്തി മതി ഭഗവാനെ. നിത്യം ഇളക്കമൊഴിഞ്ഞ്, ഒരു ഇളക്കവും തട്ടരുത്. അചഞ്ചലമായ ഭക്തി, അത് മാത്രം മതി ഭഗവാനെ എനിക്ക്. ഇത്തമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ജരാധിപൻ തന്നോട് അരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി. ആരാണ് ഭക്തൻ? അതൊന്നുകൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിഷയവിരക്തരായി. ഈ ലോകത്തിലെ വിഷയം എന്നത് വിഷമാണ്. അതൊരു സ്ലോ പോയിസൺ പോലെയാണ്. നമ്മൾ വിചാരിക്കും നല്ല രസമാണ് എന്ന്. പക്ഷെ അവസാന കാലം ദുഃഖിപ്പിക്കാത്ത ഒരു വിഷയസുഖവും ഈ ലോകത്തിലില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷയവിരക്തരായി. അങ്ങനെ വരുമ്പോൾ തന്നെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നു, ശാന്തരായി, ശാന്തി വരുന്നു. ഭക്തി വളർന്ന് അതിശുദ്ധമതികളായി. കാരണം ഭക്തി വളരുമ്പോൾ ഉള്ളിലെ മറ്റുള്ള വികാരങ്ങൾ ഇല്ലാതെയാകുന്നു. അങ്ങനെ ശുദ്ധ സ്ഫടികം പോലെയായിത്തീരുന്നു ഭക്തരുടെ ഹൃദയം. ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ, ആ ഭക്തി പിന്നീട് ജ്ഞാനത്തിന് വഴിതെളിയിക്കുന്നു. അങ്ങനെയുള്ള യോഗികളുടെ മനസ്സിൽ ഞാൻ ഇരിപ്പൂ മമ സീതയുമായി മുത, അവരുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവും വിഭീഷണ. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴ്ക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. ഇത് മാത്രം മതി. സദാ എന്നെ ഓർക്കുക, എന്നെക്കുറിച്ച് ചിന്തിക്കുക, മോക്ഷം വരും. അത്രയുമല്ല, നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം, നേരത്തെ ഒരു സ്തുതി ചൊല്ലിയിരുന്നു. ആ സ്തുതി കൊണ്ട് അത്യന്ത ശുദ്ധനായി, എല്ലായ്പ്പോഴും ശുദ്ധ മനസ്സോടുകൂടെ നിത്യവും ചൊല്ലുകയും കേൾക്കുകയും ചെയ്യലും. ഇനി കേട്ടാലും മതി, മുക്തി വരും, അതിനില്ലൊരു സംശയം. ഹൃദയശുദ്ധിയോടെ ഭക്തിയോടെ വിഭീഷണൻ ചെയ്ത ഈ ഒരു സ്തുതി ജപിച്ചാൽ മുക്തി വരും, ഒരു സംശയവും വേണ്ട എന്ന് ഭഗവാൻ പറയുന്നു. യുദ്ധമരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം. ഭഗവാൻ അങ്ങനെ സന്തോഷം കൊണ്ട് അത്രയധികം ആനന്ദത്തെ അനുഭവിക്കുന്നു. ഭക്തൻ എന്താ കൊടുക്കേണ്ടത്? അതാണ് പറയുന്നത്. എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം. എന്നെ ആശ്രയിച്ചതിൻ്റെ ആ ഒരു സന്തോഷം, അതായത് ഭഗവാനെ ആശ്രയിച്ചാൽ ഭക്തന് പിന്നെ ഒന്നും നോക്കേണ്ടതില്ല എന്ന് ഈ ലോകം അറിയണം. അതുകൊണ്ട് ഇന്ന് തന്നെ അതിൻ്റെ ഫലം ഇവന് കൊടുക്കണം. കാരണം ഒരു രാജ്യമാണ് ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത്. മുന്നോട്ടുള്ള വഴി അത് അനിശ്ചിതമായിരുന്നു. രാമൻ സ്വീകരിക്കുമോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരാശങ്കയുമില്ലാതെ വന്ന ഭക്തന് നിരാശനാക്കില്ല എന്ന് മാത്രമല്ല, അഭയം കൊടുക്കുകയാണ്. അവിടെ ഭഗവാൻ പറയുന്നു, എന്നെ കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ ഉണ്ടാവണം. ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇന്ന് മുതൽ ഇവനാണ് ലങ്കാധിപൻ. ഇതാണ് ഭഗവാനെ കൊണ്ട് പറയുന്നത്. ഭക്തന് എന്ത് കൊടുക്കണമെന്ന് ആ ഒരു സന്തോഷാധിക്യം കൊണ്ട് ഭഗവാന് തന്നെ അറിയുന്നില്ല എന്താ കൊടുക്കേണ്ടത്. ഒന്നും വേണ്ട എന്ന് പറയുന്നവർക്കാണ് ഭഗവാൻ കൊടുക്കുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക, അഭിഷേകം ചെയ്യാൻ സമുദ്രത്തിൽ നിന്ന് ജലമെടുത്തു കൊണ്ടുവരിക, ശാഖാമൃഗാധിപന്മാരുമായി സത്വരം കവികളെയും കൊണ്ടുവരിക, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മത്കഥയും ജഗത്തിങ്കലുള്ള അന്നിവൻ. സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും എൻ്റെ ഈ കഥയും, ഈ രാമായണ കഥ ജഗത്തിങ്കലുള്ള അന്ന് വരെ അന്നിവൻ വാഴ്ക ലങ്കാരാജ്യം. ഇന്നും ലങ്കാരാജ്യം വിഭീഷണൻ വാഴുന്നു എന്നാണ് പറയുന്നത്. ഏവം മമാജ്ഞയ, എൻ്റെ ആജ്ഞയാണിത്.
ഭാഗവതോത്തമനായ വിഭീഷണ, നീ വാഴും. ഈ സൂര്യനും ചന്ദ്രനും ആകാശവും രാമായണ കഥയും ഉള്ളിടത്തോളം കാലം വിഭീഷണൻ ലങ്കാധിപതിയായിട്ടിരിക്കും. ഒരു ചിരഞ്ജീവിയാണ് വിഭീഷണൻ. പങ്കജനേത്രവാക്യം കേട്ട് ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. അങ്ങനെ ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് ലക്ഷ്മണൻ ലങ്കാപുരത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ട് അഭിഷേകം അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വൻപരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധു എന്നാൽ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന ആ ഒരു ഘോഷം, ആ ഒരു ഘോഷത്താൽ 3 ലോകവും മുഴങ്ങി. ആ ഘോഷം 3 ലോകത്തിലും മുഴങ്ങി. സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ട് ഒരു വിഷമവുമില്ലാതെ സന്തോഷത്തോടെ ചെയ്തിടിനാം ആദരാൽ. അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ ആ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഭഗവാനെ ഭജിച്ചു. ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തിസ്തുതിച്ചിതു. ഭേരീനിനാദം മുഴക്കിനാർ ഉംബരും. ഉംബർ എന്നാൽ സ്വർഗലോകവാസികൾ. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്ന് സുഗ്രീവനും ചൊല്ലിനാൻ. അപ്പോൾ സുഗ്രീവനും ഇപ്പോൾ ഒരു വിശ്വാസമൊക്കെയായി. സുഗ്രീവൻ പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമേ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ഭഗവാന് ഭക്തനോടുള്ള ആ സ്നേഹം കണ്ടിട്ട് സുഗ്രീവനും മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഈ 2 ലോകം 14 ലോകം, 14 ലോകത്തിനും നാഥനായിട്ടുള്ള ശ്രീരാമന്റെ കിങ്കരന്മാരിൽ അങ്ങിപ്പോൾ മുഖ്യനായിട്ടുള്ള ആളാണ്. രാവണ നിഗ്രഹത്തിന് സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ട്, സേവയാ സിദ്ധിക്കും ഏറ്റം അനുഗ്രഹം. സുഗ്രീവ വാക്യം ആകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടനാൻ. അപ്പോൾ ഞങ്ങൾ ചെയ്യാം എന്ന് സുഗ്രീവൻ പറഞ്ഞതിനെ വിഭീഷണൻ തിരുത്തുകയാണ്. സാക്ഷാൽ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനും ആകയാൽ എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാന് എന്ത് സഹായമാണ് നമ്മളെ കൊണ്ടുവേണ്ടത്? എന്ത് സഹായന കാര്യം അവിടേക്ക്? ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. ഇവിടെ ഈ രാവണനെ കൊല്ലാൻ പോകുന്നു. യഥാർത്ഥത്തിൽ രാവണന് മുക്തി കൊടുക്കാൻ പോവുകയാണ്. ബന്ധുവില്ല, ശത്രുക്കളില്ല ഭഗവാന്. ഗൂഢസ്ഥൻ, ആനന്ദപൂർണൻ, ഏകാത്മകൻ, കൂടസ്ഥൻ, ആശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത്, ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. ഇതൊക്കെ നമ്മുടെ മൂഢത്വമാണ്. ഞാനിതാ ഭഗവാനെ സഹായിക്കാൻ പോകുന്നു എന്നതൊക്കെ നമ്മുടെ മൂഢത്വമാണ്. ഇതുപോലെയാണ് നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നത്. ഞാൻ ഭഗവാന് വഴിപാട് കഴിച്ചു. ഈ ഞാൻ ആരാണ്? എനിക്കെവിടെ നിന്നാണ് ഇതൊക്കെ? ഭഗവാൻ തന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിപാട് കഴിച്ചിട്ട് നമ്മൾ തന്നെ അങ്ങനെ അഭിമാനം കൊള്ളുകയാണ്. അതിലും വലിയ മൂഢത്വം വേറെ ഇല്ല. അപ്പോൾ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത്, ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. ഇതും ഭഗവാന്റെ മായ തന്നെ. തത് വശന്മാരൊക്കെ നമ്മളൊക്കെ ആ ഭഗവാന്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചുകൊള്ളുക നാം. ഇതും കൂടെ കേട്ടപ്പോൾ സുഗ്രീവന് താൻ ധരിച്ചതൊക്കെ എത്രയോ തെറ്റായിരുന്നു എന്ന് തോന്നിപ്പോയി. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജൻ സുഗ്രീവന് ഇതും കൂടെ കേട്ടപ്പോൾ മനസ്സ് നന്നായി തെളിഞ്ഞിടിനാൻ. വലിയ സന്തോഷമായി. എന്തായാലും ഭഗവാന്റെ ആ നിശ്ചയം എത്ര സത്യമാണ്, ഭഗവാൻ എങ്ങനെയാണ് ഭക്തനെ തിരിച്ചറിഞ്ഞത് എന്നതിലും ഒക്കെ സുഗ്രീവന് വലിയ സന്തോഷമായി. ശുകബന്ധനം. രാവണന്റെ ദൂതനാണ് ശുകൻ. രക്ഷോവരനായ രാവണൻ ചൊല്ലുകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ. പുഷ്കരെ നിന്ന് വിളിച്ചു. പുഷ്കരം ആകാശം. ആകാശത്തിൽ നിന്ന് വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. സുഗ്രീവനെ പറഞ്ഞു വശത്താക്കി രാവണപക്ഷത്ത് നിർത്താനുള്ള ആ ഒരു ഉദ്യമം, അതുമായിട്ടാണ് ഈ വരവ്. അങ്ങനെ രാവണൻ സുഗ്രീവന് പറഞ്ഞയച്ച ദൂത് പറയുകയാണ്.
രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ. ഇനി രാവണൻ പറയുന്നത് പോലെ, ഭാസ്കരസൂനോ, സൂര്യൻ്റെ മകനെ, പരാക്രമവാരിധേ, ഭാനുതനയനാം ഭാഗധേയ അംബുധേ, ഭാനുവിൻ്റെ തനയനായ സൂര്യതനയനായിട്ടുള്ള നീ, ഭാഗധേയ അംബുധേ, സമുദ്രം ഉണ്ടാവാൻ കാരണമായി തീരുന്നത് സൂര്യനാണ്. സൂര്യൻ ജലത്തെ മുകളിലേക്കെടുത്ത് തിരിച്ച് വീണ്ടും വർഷിക്കുന്നു. അങ്ങനെ അംബുധിയുടെ ഭാഗധേയമാണ് നീ. വാനരരാജ, മഹാകുലസംഭവ, മഹാകുലത്തിൽ ജനിച്ചവനാണ് നീ. ആതിഥേയ ഇന്ദ്രസുത അനുജനാകയാൽ, ദേവനായിട്ടുള്ള ഇന്ദ്രൻ്റെ മകൻ്റെ ബാലിയുടെ അനുജനാകയാൽ നീ എനിക്ക് ഭ്രാതൃസമാനൻ, നീ എനിക്കും സഹോദര തുല്യനാണ്. ഭവാൻ മമ, എനിക്ക് നീ സഹോദരനെ പോലെയാണ്. നിർണയം, അതിനൊരു സംശയവും വേണ്ട. കാരണം ബാലിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് രാവണനെ ബാലി തൻ്റെ വാലിൽ കുരുക്കിയിട്ട് ഒരുപാട് ചുറ്റിച്ചിരുന്നു ലോകം മുഴുവൻ. അവസാനം ബാലിയോട് സൗഹൃദത്തിലായി. അവർ തമ്മിൽ സ്നേഹത്തോടെയാണ് പിന്നീട് പിരിഞ്ഞത്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ബാലി സഹോദരൻ തുല്യനായിരുന്നു, അതുകൊണ്ട് ബാലിയുടെ സഹോദരനായ നീ എനിക്കും സഹോദര തുല്യനാണ്. നിന്നോട് വൈരം എനിക്കേതുമില്ല, നിന്നോട് എനിക്കൊരു വൈരവുമില്ല. മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ, അതുപോലെ നിനക്കും എന്നോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. രാജകുമാരനാം രാമഭാര്യാം അഹം, ഞാൻ രാജകുമാരനായ രാമന്റെ ഭാര്യയെ വ്യാജേന കൊണ്ടുപോന്നേൻ. അതിനെന്ത് നിനക്കെന്താണ്? നിനക്കതുകൊണ്ട് എന്താണ് നഷ്ടം? നിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലാതെ. മർക്കട സേനയോടും അതിവിദ്രുതം, അതുകൊണ്ട് നിന്റെ ഈ സേനയോടുകൂടെ പെട്ടെന്ന് തന്നെ കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക നീ. ഇനി ഒന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ്. ദേവാദികളാലും അപ്രാപ്യമായൊന്ന് കേവലമെന്നുടെ ലങ്കാപുരമെടോ. ഇനി നിങ്ങളൊക്കെ ചാടി പുറപ്പെട്ടു വരുന്നു. എൻ്റെ ഈ രാജ്യം എന്നത് ദേവന്മാർക്ക് പോലും കടക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അല്പസാരന്മാർ, ബുദ്ധി കുറവായിട്ടുള്ള മനുഷ്യരും അതുപോലെ എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നത് എന്നോടിവിടെ. എന്ത് കാണിക്കാനാണ് നിങ്ങളിവിടെ വരുന്നത്? എന്ത് പരാക്രമം? എൻ്റെ മുന്നിൽ നിങ്ങളുടെ പരാക്രമങ്ങൾ ഒന്നുമല്ല. അതുകൊണ്ട് വന്ന് അന്ധകാരം നിനച്ചീടായിക നീ വൃഥ. ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്തു കളയാം എന്നുള്ള ആ ഒരു അന്ധകാര ബുദ്ധി, മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ബുദ്ധി, അത് വേണ്ട, അത് കളഞ്ഞേക്കൂ. യുദ്ധം ശുഗോക്തികൾ കേട്ട് കപികുലം ഉത്ഥായ ചാടിപ്പിടിച്ചാൻ അതിദ്രുതം. ഇത് കേട്ടതും വാനര സൈന്യം ശുഗനെ അങ്ങോട്ട് പിടിച്ചു വലിച്ചു. മുഷ്ടിപ്രഹരങ്ങളേറ്റ് ശുഗൻ അതിക്ലിഷ്ടനായി, ആകെ ബുദ്ധിമുട്ടിലായി, ഏറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമരാമ പ്രഭോ കാരുണ്യവാരിധേ, രാമാനാഥ പരിത്രാഹി, എന്നെ രക്ഷിക്കൂ, ഈ വാനരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ദൂതരെ കൊല്ലുമാറില്ല, ഞാൻ വെറുമൊരു ദൂതനാണ്. രാവണൻ പറഞ്ഞത് ഞാൻ അതുപോലെ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ദൂതരെ ആരും കൊല്ലാറില്ല, ആരും തന്നെ. അതുകൊണ്ട് നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങ് നോക്കി നിൽക്കരുത്. വാനരന്മാരെ നിവാരണം ചെയ്യുക, എന്നിൽ നിന്ന് പിടിച്ചു മാറ്റൂ. മാനവവീര ഹതോഹം, ഞാനിതാ മൃതപ്രായനായിരിക്കുന്നു. പ്രപാഹിമാം, എന്നെ രക്ഷിച്ചാലും. യുദ്ധം ശുഗപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം. ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ. അങ്ങനെ ശുഗൻ ആകാശത്തേക്ക് വീണ്ടും ഉയർന്നു. ചൊല്ലിനാൻ സുഗ്രീവനോട്, ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടത് അങ്ങ് ദശഗ്രീവനോട് അത് ചൊല്ലിയിടുക. ഇനി തിരിച്ച് ദശഗ്രീവനോട് ഞാൻ എന്താ പറയേണ്ടത് അത് പറയൂ എന്നത് കേട്ട് സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോട് സത്വരം. സുഗ്രീവൻ തിരിച്ച് പറയുകയാണ്, ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ബലാന്വിതം. നിനക്ക് ബാലിയുമായി നല്ല സൗഹൃദം ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിന്റെ സുഹൃത്തായിട്ടുള്ള ബാലിയെ പോലെ തന്നെ നിന്നെയും കൊല്ലണം, പുത്രന്മാരോടും നിന്റെ ബലം സൈന്യബലത്തോടും കൂടെ.
ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്ന്, നീ കള്ളനാണ്, ജാനകീദേവിയെ നീ കട്ടുകൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള നിന്നെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്ധയ്ക്ക്. രണ്ടില്ല അതിനെന്ന് ചെന്ന് ചൊല്ലിയിടു നീ. ഇനി മറിച്ചൊരു തീരുമാനമില്ല, പോയി പറയൂ നിന്റെ രാവണനോട്. അർക്കാത്മജോക്തികൾ കേട്ട് തെളിഞ്ഞളവ് അർക്കാന്മയോദ്ഭവൻ താനും അരുൾ ചെയ്തു. ഈ സമയത്ത് അർക്കാത്മജൻ സുഗ്രീവൻ, അർക്ക അന്വയ ഉദ്ഭവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: വാനരന്മാരെ, ശുഗനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞ് അത്ര കാത്തുകൊണ്ടിടുവിൻ. ഇവനെ തിരിച്ചുവിടാറായിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇവനെ ബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് വയ്ക്കൂ. സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അവൻ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഉര ചെയ്തേ അയക്കാവൂ, ഞാൻ പറഞ്ഞാൽ മാത്രമേ വിട്ടയക്കാവൂ എന്നതും ആനന്ദമോട് അരുൾ ചെയ്തു രഘുവരൻ. ഇത് കേട്ടതും വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട, പുലി അല്ലെങ്കിൽ കടുവ രണ്ടും പറയും ശാർദൂലം. അപ്പോൾ അത്രയും പരാക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്ന് കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. ഇവിടെ ശുഗനെ കൂടാതെ രാവണൻ മറ്റൊരു ചാരനെയും നിയോഗിച്ചിരുന്നു. ഈ ശുഗൻ വന്നതിന് ശേഷം ഇവിടെ നടക്കുന്നത് എന്താണ് എന്നറിയാൻ, അതാണ് ശാർദൂലൻ എന്ന നിശാചരൻ വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്ന് രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകൾ ഉള്ളവണ്ണം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടൊരു രാത്രീഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും വല്ലാതെ ആകുലതയായി. കാരണം വിചാരിച്ചതുപോലെയൊന്നും അല്ല ഇവർ എന്ന് മനസ്സിലായി. അങ്ങനെ ദീർഘചിന്താന്വിതം ഒരുപാട് നേരം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ചീർത്ത ഖേദത്തോട് ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാനിരുന്നിടിനാൻ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി എന്താണ് വഴി, ഇവരെ എങ്ങനെ എതിരിടണം. ഇനി ഇവിടെ സേതുബന്ധനം നടക്കാൻ പോകുന്നു. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. ഇനി അടുത്ത കാര്യമായ പ്രധാനമായ ഒരു വഴി, അതാണ് സേതുബന്ധനം. അത് ചെയ്യണം, അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തത് കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ, സമുദ്രത്തിൻ്റെ ദേവനാണ് വരുണൻ, അതുകൊണ്ട് വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും. അപ്പോൾ വരുണൻ തന്നെ ഈ വഴി കാണിച്ചു തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നിതു തോന്നിയത് അങ്ങനെ, ശരി നന്നായി, അങ്ങനെ തോന്നിയത് നന്നായി എന്ന് വിചാരിച്ച് തന്നെ തോന്നിയത് അങ്ങനെ തന്നെ എന്ന് അർണവതീരെ, ആ സമുദ്രത്തിൻ്റെ തീരത്തിൽ കിഴക്ക് നോക്കി തൊഴുത് അർണോജലോചനാകിയ താമരക്കണ്ണനായ രാഘവൻ ദർഭ വിരിച്ച് നമസ്കരിച്ചിടിനാൻ. അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. ഇവിടെ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെയല്ല, മനുഷ്യനായി ജനിച്ചാൽ നമ്മൾ ഏതൊക്കെ ദേവന്മാരെ ഏതൊക്കെ രീതിയിൽ പൂജിക്കണം, അതിൻ്റേതായ രീതിയിൽ തന്നെ പൂജിക്കണം. അതുപോലെ തന്നെ നമ്മൾ വനവാസ കാലത്ത് കണ്ടതാണ്, എല്ലാ ഗുരുക്കന്മാരെയും ഋഷിമാരെയും അങ്ങോട്ട് പോയി കണ്ട് തൊഴുത് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ഗുരുഭൂതന്മാരായിട്ടുള്ള ആളുകളുടെ അനുഗ്രഹമൊക്കെ എപ്പോഴും അത് വാങ്ങിവെക്കുക എന്നാൽ അവരെ അങ്ങോട്ട് പോയി കണ്ട് അവർക്ക് സുഖമാണോ എന്നൊക്കെ അന്വേഷിച്ച്, അത് മാത്രം മതി. അങ്ങനെ വന്നാൽ തന്നെ അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നമുക്ക് മുതിർന്ന അറിവുള്ള അവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി കാണുകയും സേവിക്കുകയും വേണം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കപിവരന്മാരോട് പറയാം, നിങ്ങളൊക്കെ വരുണനെ സേവിക്കൂ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഭഗവാൻ തന്നെ വരുണനെ പൂജിക്കുകയാണ്.
അതും 3 അഹോരാത്രം 3 ദിവസമാണ് ഉപാസിച്ച്, ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ ഉപാസിച്ചതിങ്ങനെ 3 ലോകത്തിനും നാഥനാം ഈശ്വരൻ. അതാണ് 3 ലോകത്തിനും നാഥനായ ഭഗവാനാണ്. വരുണനെ പോലും നിയന്ത്രിക്കുന്ന ഭഗവാൻ വരുണനെ ഉപാസിക്കുകയാണ്. ആ ഒരു മനസ്സാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. എന്നാൽ ഏതുമിളകിയില വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും. അപ്പോൾ ഇവിടെ അത്രയും താണു കൊടുത്ത ഭഗവാനെ വരുണൻ ശ്രദ്ധിച്ചില്ല എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും ഭഗവാന് ദേഷ്യം വന്നു. അവിടെ കാണിക്കുന്നത് ക്രോധം വരേണ്ടിടത്തൊക്കെ ക്രോധം വരിക തന്നെ ചെയ്യാം, അതിനൊന്നും ഒരു തെറ്റില്ല. ചില സമയത്ത് ക്രോധം ആവശ്യമാണ്. അപ്പോൾ അതും നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. താഴാവുന്ന അത്രയും താണിട്ടും വീണ്ടും നമ്മെ ശ്രദ്ധിക്കാതെ അവഗണിക്കുക എന്ന് വെച്ചാൽ തീർച്ചയായും നമുക്ക് കോപിക്കാനുള്ള എല്ലാ ധാർമ്മികമായിട്ടുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇവിടെ ക്രോധേന രക്താന്തനേത്രൻ, കണ്ണൊക്കെ ചുവന്നു. അങ്ങനെ നാഥനും ലക്ഷ്മണനോട് പറഞ്ഞു, കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം, ഞാനിതാ ശരമെയ്യാൻ പോകുന്നു. ഇന്ന് പെരുവഴി മീളുന്നതല്ലെങ്കിൽ, ഇന്ന് നമുക്ക് നല്ലൊരു വഴി ആ വരുണദേവൻ കാണിച്ചു തരുന്നില്ല എങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ, ഞാൻ ഈ സമുദ്രത്തെ ഭസ്മമാക്കും, അതിനെ വറ്റിച്ചു കളയും. മുന്നം മദീയ പൂർവന്മാർ, എൻ്റെ പൂർവീകരായിട്ടുള്ള സഗരപുത്രന്മാരാണ് വളർത്തത് ഈ സാഗരത്തെ ഇങ്ങനെ വിസ്തൃതമാക്കിയത്. അതിനെ ഇന്ന് ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം, ഞാൻ അതില്ലാതെയാക്കും. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ. അപ്പോൾ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാനൊരു സന്ദർഭം കിട്ടിയിട്ടും അത് ചെയ്യാതിരുന്നാൽ, അതാണ് അങ്ങനെ വാഴുകിൽ എന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം, ഈ വെള്ളം മുഴുവൻ ഞാൻ വറ്റിച്ചു കളയും. കപികുലം പുഷ്ടമോദം, അങ്ങനെയെങ്കിൽ കപികുലത്തിന് സന്തോഷത്തോടെ പാദചാരേണ പോകാം, നമുക്ക് നടന്നു പോകാം ലങ്കയിലേക്ക് എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. ആ സമുദ്രത്തെ നോക്കി പറഞ്ഞുകൊണ്ട് ഭഗവാൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ, എല്ലാ ഭൂതങ്ങളോടുമായി പറയുകയാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം. അപ്പോൾ എല്ലാ പഞ്ചഭൂതങ്ങളും എൻ്റെ വിക്രമം കാണൂ എന്ന് പറയുകയാണ്. ദുർവാരമായ തടുക്കാൻ സാധിക്കാത്ത എൻ്റെ ശിലീമുഖം, ശരപ്രയോഗം, ആ വിക്രമം കാണുക. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ, വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകൾ കേട്ട അന്നേരം പൃഥ്വീരുഹങ്ങളും പർവ്വതങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ ഭൂമിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി, സൂര്യൻ മങ്ങി, നിറഞ്ഞു തിമിരവും അന്ധകാരം നിറഞ്ഞു. അബ്ധിയും ക്ഷോഭിച്ചു, സമുദ്രം ഇളകിമറിയാൻ തുടങ്ങി. ക്ഷോഭിച്ചും ഇട്ടാൽ കവിഞ്ഞു വന്നുത്തുംഗമായ തരംഗാവലി, തരംഗങ്ങൾ, സമുദ്രം അങ്ങനെ ഉഗ്രമായ തിരമാലകളോടുകൂടി അങ്ങനെ ഇളകിമറിയുകയാണ്. ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്ര നക്ര തിമി ജഷാദ്യങ്ങളും. അപ്പോൾ ഈ സമുദ്രം ഇങ്ങനെ ഇളകിമറിയുന്ന സമയത്ത് ആ സമുദ്രത്തിൽ വസിക്കുന്ന അത്യുഗ്രമായ നക്രവും മുതലകളും തിമിംഗലം ജഷാദ്യങ്ങൾ മറ്റ് മത്സ്യങ്ങളൊക്കെ പേടിച്ചു, പരിതപ്തങ്ങളായി. അപ്പോൾ ഭയപ്പെട്ട്, അന്നേരമാണ് വരുണന് ബോധോദയം ഉണ്ടായത്. ഭയപ്പെട്ട് ദിവ്യരൂപത്തോടും അപ്പതി, സമുദ്രത്തിൻ്റെ പതിയായ വരുണൻ ദിവ്യ ആഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ, 10 ദിക്കും നിറഞ്ഞ കാന്തിയോടുകൂടെ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും, ഭഗവാന് കാഴ്ചവെക്കാനായിട്ടെന്ന പോലെ രത്നങ്ങളൊക്കെ കയ്യിൽ വെച്ച് വിത്രസ്തനായി, പേടിച്ച് വിറച്ചാണ് വരുന്നത്. രാമപാദാന്തികെ വെച്ച് സത്രപം, ലജ്ജയോടുകൂടെ ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം, എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ വിഷ്ണു ജഗത്പതേ. ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, പൗലസ്ത്യനായ രാവണനെ നശിപ്പിക്കാൻ പോകുന്നവനെ. ത്രാഹിമാം ത്രാഹിമാം രാമ രമാപതേ.
ഇനി എന്തുകൊണ്ടാണ് വിളി കേൾക്കാൻ വൈകിയത് എന്നതിന് ഒരു ന്യായീകരണം പറയുകയാണ് വരുണൻ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം ഈ തമോ ഗുണമായ അഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് പറയുകയാണ്, സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി. ഏറ്റവും ജഡമായിട്ടുള്ളത് പഞ്ചഭൂതങ്ങളാണ്. അങ്ങ് തന്നെയാണ് അവയ്ക്ക് ഈ തമോ ഗുണത്തെ നിയമിച്ചത്, അങ്ങനെ ആവണമെന്ന് നിശ്ചയിച്ചത് അങ്ങാണ്. അപ്പോൾ കഷ്ടം, ഇതാർക്ക് നീക്കാവൂ തവമതം, അങ്ങ് തന്നെയല്ലേ ഞങ്ങളെയൊക്കെ ജഡസ്വരൂപങ്ങളാക്കിയത്. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. ആകാശം കുറച്ചുകൂടെ സൂക്ഷ്മമാണ്, പക്ഷെ അതിൽ നിന്നുണ്ടായ ജലം വായുവിനേക്കാളും കുറച്ചുകൂടെ ജഡമാണ് ജലം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ജഡമാണ്, അപ്പോൾ തമോ ഗുണം കുറച്ച് കൂടുതലാണ് എനിക്ക്. മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഈ തമോ ഗുണം തന്നു. ഇത് ഇന്ന് അന്യഥാ കർത്തും, അതിനെ മാറ്റിമറിക്കാൻ ആരുള്ളതു ശക്തരായി? വേറെ ആർക്കാ സാധിക്കുക? ഭഗവാൻ തന്നെയല്ലേ ഞങ്ങളെ ഇങ്ങനെ തമോ ഗുണികളാക്കിയത്. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. അവർ എപ്പോഴും ഇങ്ങനെ വൈകിയേ അവർ ബുദ്ധി ഉദിക്കുള്ളൂ. അത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്നാണ് വരുണദേവൻ ചോദിക്കുന്നത്. താമസമല്ലോ ജഡത്വമാകുന്നതും, ജഡത്വം കൂടുന്നതിനനുസരിച്ച് തമോ ഗുണം കൂടും. കാമലോഭാദികളും താമസഗുണം. അതുപോലെ ഈ ലോകത്തിലുള്ളവരുടെ കാമവും ലോഭവും ഒക്കെ തമോ ഗുണമാണ്. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ, ഭഗവാൻ നിർഗുണനാണ്, ആ നിർഗുണനായ അങ്ങ് തന്നെ ഓരോ ഗുണത്തെ സ്വീകരിച്ച് അങ്ങ് തന്നെ പിന്നീട് വൈരാജ നാമവാനായി, വൈരാജം വിരാജിക്കുക, വിരാട് പുരുഷൻ, അങ്ങനെ ഒരു നാമവാനായി ചമഞ്ഞു ഭവാൻ. എന്നിട്ട് കാരണപുരുഷനായി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വസ്തുക്കളുടെയും കാരണഭൂതനായി അങ്ങ് ചമഞ്ഞു. അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന്, വിരാട് സ്വരൂപത്തിൽ നിന്ന് ഗുണങ്ങളാൽ ഉത്പന്നരായതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ. ആ വിരാട് സ്വരൂപന്റെ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ദേവന്മാരുണ്ടായത്. ഇനി തത് രജോഭൂതങ്ങളായി രാജസിക അഹങ്കാരത്തിൽ നിന്ന് പ്രജേശാദികൾ, പ്രജാപതികളുണ്ടായി. തത് തമോഭൂതനായി ഭൂതപതി താനും ഉത്തമപുരുഷ രാമാ ദയാനിധേ. പിന്നെ താമസിക അഹങ്കാരത്തിൽ നിന്നാണ് ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട അനാരതം നിർഗുണനായി സദാചിദ്ഘനനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിൻതിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. ഇവിടെ ആദ്യം ആ പരമാത്മാവിൻ്റെ സ്വഭാവത്തെ പറയുകയാണ്. നിർഗുണനാണ്, നിഷ്കളൻ, നിരാകാരൻ, മോക്ഷപ്രദൻ. ഇങ്ങനെയുള്ള ആ പരമാത്മാവിനെ തമോ ഗുണിയായ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് ഭഗവാനെ? മൂർഖജനങ്ങൾക്ക് സന്മാർഗപ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. അപ്പോൾ ഞങ്ങളെ പോലുള്ള മൂർഖന്മാർക്ക്, അജ്ഞാനികൾക്ക് സന്മാർഗപ്രാപകം, നല്ലൊരു മാർഗത്തിൽ എത്തണമെങ്കിൽ പ്രഭൂണാം, ഗുരുക്കന്മാരുടെ ഹിതം അവർക്ക് തോന്നണം. അവരുടെ ആ ഹിതോപദേശമാണ് ഞങ്ങൾക്കുള്ള ദണ്ഡം. ദണ്ഡം എന്നാൽ ശിക്ഷ, ഞങ്ങളെ നേർവഴിക്ക് നയിക്കാനുള്ള ശിക്ഷ അതാണ്. ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ. ദുഷ്ടപശുക്കൾ എന്നാൽ അനുസരണയില്ലാത്ത മൃഗങ്ങൾക്ക് ഏതുപോലെയാണോ ലകൂടം എന്നാൽ വടി അവരെ, ലകുടം വടി അവർക്ക് ഒരു ശിക്ഷാ രൂപത്തിൽ അവരെ നല്ല വഴിക്ക് നയിക്കാൻ വടി എങ്ങനെ ഉപയോഗപ്പെടുന്നുവോ അതുപോലെയാണ് ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. അങ്ങേപ്പോലുള്ളവരല്ലേ ഞങ്ങളെ തിരുത്തേണ്ടത്. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി. ഞാൻ എനിക്ക് ശരണാഗതി അടയാൻ മാത്രമേ സാധിക്കുള്ളൂ ഭഗവാനെ. രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം. എനിക്ക് അഭയം തരൂ ഭഗവാനെ. രാമ ലങ്കാമാർഗമാശു ദദാമിതേ. ഇതാ ഞാൻ തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എളുപ്പം ലങ്കയിലേക്ക് പോകാം. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമപുരുഷൻ താനും അരുൾ ചെയ്തു. അപ്പോൾ രാമൻ പറഞ്ഞു,
ബാണം മദീയം അമോഘം, എൻ്റെ ബാണം ഒരിക്കലും നിഷ്ഫലമാകില്ല. അതിന്നിഹ വേണമൊരു ലക്ഷ്യം, അതിനൊരു ലക്ഷ്യം വേണം. എന്തതിനുള്ളതും ഇനി എന്ത് ഞാൻ ചെയ്യും, എവിടേക്കാണ് എൻ്റെ ബാണത്തെ ഞാൻ പ്രയോഗിക്കേണ്ടത്? വാട്ടമില്ലാതൊരു ലക്ഷ്യം, ഒരു നിശ്ചിതമായ ഒരു ലക്ഷ്യം, അതിന് നീ കാട്ടിത്തരേണം എനിക്ക് വാരാന്നിധേ. അർണവനാഥനും സമുദ്രത്തിൻ്റെ നാഥനായ ആ വരുണൻ ചൊല്ലിനാൻ അന്നേരം, അന്യൂന കാരുണ്യ സിന്ധോ, ന്യൂനമില്ലാത്ത അത്രയും കാരുണ്യമുള്ളല്ലയോ ഭഗവാനെ ജഗത്പതേ, ഒരു കാര്യം ചെയ്യാം. ഉത്തരസ്യാം ദിശി, ഇവിടെ നിന്ന് വടക്കു മാറിയിട്ട് മത്തീരഭൂതലെ, എൻ്റെ ഒരു തീരസ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ചിത്രം, വളരെ വിചിത്രമായിട്ടുള്ള ദ്രുമകുല്യം, ദ്രുമകുല്യം എന്ന് പേരുള്ള ഒരു ദേശമുണ്ട്. സുഭിക്ഷതം, അവിടെ നല്ല സ്ഥലമാണ്, ആളുകൾക്ക് പാർക്കാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, എല്ലാം കൊണ്ടും സുഭിക്ഷമാണ് അവിടെ. പക്ഷെ എന്ത് ചെയ്യാം, തത്ര പാപാത്മാക്കളുണ്ട്, കുറേ പാപികളുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന. ആ നിശാചരരെത്രയും പാരം ഉപദ്രവിച്ചിടുവു, എല്ലാവരെയും വേണ്ടാതെ ഉപദ്രവിക്കുകയാണ്. വേഗാൽ അവിടേക്കയക്ക ബാണം, അവരെ ലക്ഷ്യമാക്കി അങ്ങ് ബാണമയക്കൂ. തവ ബാണം, അങ്ങയുടെ ആ ബാണം ലക്ഷ്യം കണ്ടാൽ അത് ലോക ഉപകാരകമാം, അത് നിർണയം, യാതൊരു സംശയവും വേണ്ട, അത് ലോകോപകാരാർത്ഥമായി തീരും. രാമനും ബാണമയച്ചാൻ അതുനേരം, ആമയം തേടിയിടും ആഭീരമണ്ഡലം. അങ്ങനെ ആ ആഭീരമണ്ഡലത്തിൽ ദ്രുമകുല്യം എന്ന ആ ഒരു സുഭിക്ഷമായ പ്രദേശത്ത് ആമയം തേടിയിടും. അവർ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് പോയി എല്ലാം ഒടുക്കി, പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്ത് വേഗേന ബാണം പോന്ന് മെല്ലവേ തൂണീരവും ഭഗവാന്റെ അവനാഴിയിൽ പുക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തത് പ്രദേശം തഥാ. അങ്ങനെ അന്ന് തൊട്ട് ആ പ്രദേശം വളരെ ആളുകൾക്ക് അത്രയും സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി വന്നു. തത്കൂലദേശവും അന്ന് തൊട്ട് എത്രയും മുഖ്യജനപദമായി വളരെ പ്രസിദ്ധി ആർജിച്ചു. ആളുകൾക്ക് സ്വൈരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാഗരം അന്നേരം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുണൻ പറഞ്ഞു, ആകുലമെന്നിയെ മജ്ജലെ, എൻ്റെ ഈ ജലത്തിൽ സത്വരം സേതു ബന്ധിക്ക. സേതു എന്നാൽ മണ്ണ്, കല്ല് തുടങ്ങിയവ ഇട്ട് ഉണ്ടാക്കുന്ന ചിറ, അതാണ് സേതു. അത് ബന്ധിക്കുക. അതിന് ഏറ്റവും ഉചിതനായ വാനരൻ നളനാണ്. നളനാം കപിവരൻ ഏതും അവനൊരു ദണ്ണമുണ്ടായി വര. അവന് വളരെ നിഷ്പ്രയാസം ഇത് സാധ്യമാണ്. കാരണം വിശ്വകർമാവിൻ മകൻ അവനാകയാൽ. അവൻ വിശ്വകർമാവിൻ്റെ അവതാരമാണ്, അല്ലെങ്കിൽ അംശാവതാരമാണ്. വിശ്വശില്പ ക്രിയാതൽപരൻ എത്രയും വളരെ ഭംഗിയായിട്ട് അവൻ അത് ചെയ്യും. അവൻ്റെ നേതൃത്വത്തിൽ സേതുബന്ധനം ചെയ്യുക. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും. അങ്ങനെ സേതുബന്ധനത്തിലൂടെ തന്നെ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരക്കും എന്ന് പറഞ്ഞ് തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. അങ്ങനെ വരുണൻ മറഞ്ഞു. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ, സാമർഥ്യമുള്ള ആ നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. സേതു ബന്ധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആജ്ഞ കൊടുത്തു. തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ച് സത്വരം പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാര വീര്യം, അവരുടെ വീര്യത്തെ തടുക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ആ ദുർവാര വീര്യം എന്ന ഉള്ള കവികളും സർവദിക്കിങ്കലും വന്നു സരഭസം. അവർ പെട്ടെന്ന് തന്നെ സകല ദിക്കുകളിലേക്കും ഓടി. ഓരോ സ്ഥലത്തു നിന്ന് പർവ്വത പാഷാണ പാദപജാലങ്ങൾ, പർവ്വതങ്ങൾ, പാഷാണം, കല്ലുകൾ, വലിയ വലിയ കല്ലുകൾ, പാദപങ്ങൾ, മരത്തടികൾ, ഇവയൊക്കെ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. ഉടനെ തന്നെ പണി തുടങ്ങി. നേരെ ശതയോജനായതം 100 യോജനയും ഇതുപോലെ സേതു ബന്ധിക്കാൻ തീരുമാനിച്ചു. 25 യോജന വിസ്താരമാം വണ്ണം, 25 10 യോജന വിസ്താരമായിട്ട് അങ്ങനെ 100 യോജന നീളത്തിലൊരു സേതു. യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ
ഇങ്ങനെ തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് പരമശിവന് ഒരു പൂജ ചെയ്യാൻ ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ വ്യോമകേശം, വ്യോമകേശി എന്നാൽ ആകാശം കേശമായിട്ടുള്ള ഭഗവാൻ, പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു. രാമനാൽ പൂജിക്കപ്പെട്ട പരമേശ്വരൻ അങ്ങനെ രാമേശ്വരമായി തീർന്നു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി ഒരു ചെറിയൊരു ശിവലിംഗം അവിടെ സ്ഥാപിച്ചു. പൂജിച്ചു, വന്ദിച്ചു, ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവം അരുൾ ചെയ്തു. എല്ലാ ഭക്തർക്കുമായിട്ടെന്ന പോലെ വാനരന്മാരോട് ഇപ്രകാരം പറഞ്ഞു: യാതൊരു മർത്യൻ ഇവിടെ വന്ന് ആദരാൽ, ഏതൊരു മനുഷ്യൻ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് എൻ്റെ ഏതെങ്കിലും ഭക്തന്മാർ ഇവിടെ വന്ന് സേതുബന്ധം കണ്ട്, ഈ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും രാമേശ്വരനായ ശ്രീ പരമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ട്, അതുവരെ ബ്രഹ്മഹത്യ പോലെയുള്ള പാപം പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും. മമ അനുഗ്രഹാൽ, എൻ്റെ അനുഗ്രഹത്താൽ അവൻ ശുദ്ധനാകും. മാത്രമല്ല മുക്തിയും വന്നിടും, ഇല്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂതേശനാകിയ രാമേശ്വരനെയും. ഇനി അവിടെ ചെന്ന് ഓരോ ഭക്തനും ചെയ്യേണ്ട കാര്യം, സേതുബന്ധത്തിങ്കൽ മജ്ജനം ചെയ്യുക. അവിടെ സേതുബന്ധനം നടന്ന സ്ഥലത്ത് കുളിച്ച് ഭൂതേശനാകിയ രാമേശ്വരനെയും പരമേശ്വരനെ വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി, എന്നിട്ട് കുണ്ഠത കൈവിട്ട് വാരാണസി പൊക്കൂ, നേരെ കാശിയിൽ പോകണം. രാമേശ്വരത്ത് വന്ന് കാശിയിൽ പോകണം. എന്നിട്ട് ഗംഗയിൽ സ്നാനവും ചെയ്ത് ജിതശ്രമം വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഗംഗാ സലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരന് അഭിഷേകവും ചെയ്തഥ. എന്നിട്ട് ഈ പരമേശ്വരന് ആ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്യുക. എന്നിട്ട് ശ്രീമത് സമുദ്രേ കളഞ്ഞ് തദ്ഭാരവും, അങ്ങനെ ആ സമുദ്രത്തിൽ എല്ലാ ഭാരവും പാപഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ, അങ്ങനെ മജ്ജനം ചെയ്യുക എന്നാൽ അതൊരു സങ്കല്പമായിട്ട് എന്നെ തന്നെ സമുദ്രത്തിന് സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ ചെയ്യുന്ന ആ മർത്യൻ എന്നോട് സായുജ്യം വരും, എന്നിലേക്ക് വന്നു ചേരും എന്ന് ഇല്ല ഒരു സംശയം. ഇത് ഇനി വരാനിരിക്കുന്ന കാലത്തെ ഭക്തന്മാരോടായിട്ട് ഭഗവാൻ അന്നേ പറഞ്ഞു വെച്ചതാണ്. എന്നരുൾ ചെയ്തിതു രാമൻ തിരുവട്ടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും, നളൻ പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. ആ സേതുബന്ധനം തുടങ്ങി. വിദ്രുതം അദ്രി പാഷാണ തരുക്കളാൽ അദ്ദിനേ തീർന്നു 14 യോജന. ആദ്യത്തെ ദിവസം തന്നെ 14 യോജന തീർന്നു. പിന്നീട് 20 യോജന പിറ്റേനാൾ. രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു 20 യോജന. പിറ്റേനാൾ 3-ാം ദിനം വീണ്ടും ഒരു 21 യോജന. 4-ാം ദിനം അടുത്ത 22 യോജന തീർത്തു. ഇങ്ങനെ 23, 5-ാമത്തെ ദിവസം 23 യോജന തീർത്തു. ഇത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, പ്ലസ് ചെയ്ത് പറയുകയാണ്. അങ്ങനെ 5 നാൾ കൊണ്ട് ശതയോജനായതം 100 യോജന തീർത്തു. ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കപികളും ആതങ്കഹീനം, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കടന്നു തുടങ്ങിനാർ. അങ്ങനെ കപികളങ്ങനെ നടന്നു വരികയാണ്. മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ, മാരുതിയുടെ ചുമലിൽ രഘൂത്തമൻ, താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ കയറിയിട്ട് ചെന്ന് സുബേലാചല മുകളേറിനാർ. ഏകദേശം ലങ്കയുടെ തൊട്ടടുത്താണ് ഈ സുബേല പർവ്വതം. അവിടെ അതിൻ്റെ മുകളിൽ സംപ്രാപ്യ നോക്കിയ നേരത്ത് കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ഇന്ദ്രന്റെ സ്വർഗലോകത്തിന് തുല്യമായ ലങ്കാപുരം അത്ര അടുത്ത് കാണാം എന്നാണ്. സ്വർണമയ ധ്വജ പ്രാകാര തോരണപൂർണം, ധ്വജം സ്വർണം കൊണ്ടുണ്ടാക്കിയ കൊടിക്കൂറകൾ, തോരണങ്ങൾ, മനോഹരം പ്രാസാദ സങ്കുലം, ഒരുപാട് മണിമാളികകൾ, കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഖ ശതഘ്നി സമന്യുതം. കൈലാസ പർവ്വതത്തിന്
അത്രയും സന്നിഭം എന്ന തുല്യമായിട്ടുള്ള ഗോപുരങ്ങൾ, അത്രയും ഉയരമുള്ള ഗോപുരങ്ങൾ, അത് ഉണ്ടാക്കിയത് പരിഘം, ഇരുമ്പുലക്കുകൾ, ശതഘ്നി എന്നാൽ ഈ ഒരു പ്രാസാദം, മണിമാളിക ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്രത്യേകതരം നിർമ്മിതിയാണത്. ഇങ്ങനെയൊക്കെയുള്ള സമന്വിതം, ഇതൊക്കെ കൂടിയിട്ടുള്ള പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുത വാസവതുല്യ പ്രഭാവേന. ഇന്ദ്രൻ അങ്ങനെ സ്വർഗരാജ്യത്ത് വാഴുന്നത് പോലെ രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിഹി സങ്കുലേ, മന്ത്രിമാരോടുകൂടെ രത്നദണ്ഡ ആതപത്രൈഹി ഉപശോഭിതേ, രത്നങ്ങൾ പതിപ്പിച്ച വെൺചാമര കുടയൊക്കെ ചൂടിക്കൊണ്ടുള്ള, അത് മറ്റുള്ളവർ ചൂടിക്കൊടുക്കുന്നു. ഇങ്ങനെ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ട് വീയിച്ച് അവരെ കൊണ്ട് വീശിക്കുകയാണ്. നീലശൈലാഭം, ഒരു നീലപർവ്വതം പോലെ, അപ്പോൾ നല്ല കറുത്ത നിറമാണ് എന്നർത്ഥം. ദശകിരീട ഉജ്ജ്വലം, 10 കിരീടം ഒക്കെയായിട്ട്. നീലമേഘ ഉപമം, കറുത്ത കാർമേഘം പോലെ കണ്ടു രഘൂത്തമൻ. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ, സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ പറയുകയാണ്, മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ, ഇനി ശുകനെ വിട്ടയക്കുക. എന്നിട്ട് ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. ഞങ്ങളിതാ ഇത്ര തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന വൃത്താന്തം, ഇതുവരെ വന്നതും എല്ലാം പോയി അറിയിക്കട്ടെ അവൻ എന്ന് പറഞ്ഞ് ശുകനെ വിട്ടയക്കുകയാണ്.